ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം സ്പെഷ്യലായിട്ട് സൂപ്പറായിട്ടൊരു പായസം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതും പാലട പ്രഥമൻ. ഡബിൾ ഹോഴ്സിൻ്റെ പാലടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ലിറ്റർ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നമുക്ക് പാലട വേവിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പാലട ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് മൂടി വെക്കുക. 1 മണിക്കൂർ ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടായപ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂനട്ടും കിസ്മിസും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നെയ്യിൽ നിന്നും മാറ്റി അതേ നെയ്യിലേക്ക് കിസ്മിസും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. മനസ്സിലായില്ലേ? ഇവിടെ കാഷ്യൂനട്ടെല്ലാം നന്നായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ബോൾ പോലെ വീർത്ത് വരുന്ന സമയം നെയ്യിൽ നിന്നും വാങ്ങണം. കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതേ നെയ്യിലിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. 200 ഗ്രാം പാലടയ്ക്ക് 450 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്നും പകുതി അളവ് ഞാനിപ്പോൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടി പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ മീഡിയം തീയിൽ വെച്ചാൽ കരിഞ്ഞു പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കാരമലൈസ് ചെയ്തെടുക്കാൻ പറ്റും. തീ കൂട്ടിക്കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൈഡെല്ലാം നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്, കണ്ടല്ലോ. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതേപോലെ തന്നെ വെച്ചാൽ മുഴുവനായിട്ടും മെൽറ്റായി കിട്ടും. ഞാനിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് കട്ടി പിടിക്കുന്ന ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ വീണ്ടും ലൂസായിട്ട് വരും. ഇപ്പോൾ ലൂസായിട്ട് കണ്ടല്ലോ. ഇനി നമുക്ക് മെൽറ്റാവുന്ന ഒരു പരുവത്തിലേക്ക് എത്തും. ഇപ്പോൾ ഏകദേശം 90% മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടും. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പാകമായിട്ട് കിട്ടും. ഷുഗർ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന ഉടനെ തന്നെ ഈ ഷുഗറെല്ലാം നല്ലപോലെ കട്ടിയായിട്ട് വരും. ഇത് കണ്ട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. വെള്ളം തിളക്കുന്നതിനനുസരിച്ച് ഇത് നല്ല പോലെ മെൽറ്റായിട്ട് വരും. മനസ്സിലായല്ലോ? ഈ ഒരു പരുവം നല്ല പോലെ മെൽറ്റായി വെള്ളമായിട്ട് കിട്ടും. അതുവരെ മീഡിയം തീയിൽ വെച്ച് തന്നെ ഇത് ഒന്ന് ലൂസാക്കി എടുക്കണം. സാധാരണ പിങ്ക് കളർ പാലട ആവണമെന്നുണ്ടെങ്കിൽ പാല് കുറേ സമയം ഏകദേശം 1.5 മണിക്കൂറെല്ലാം വെച്ച് മീഡിയം തീയിലിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് പിങ്ക് കളർ കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് ഞാനിവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ നാട്ടിൽ സദ്യക്കെല്ലാം പോകുന്നൊരു നമ്പൂതിരി ഉണ്ട്. ആ നമ്പൂതിരി പറഞ്ഞ ടിപ്സാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 3 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? ഞാൻ നാടൻ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പാലാണ് ഉള്ളതെങ്കിൽ അതൊഴിച്ച് നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 3 ലിറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം തീ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. കാരണം നമ്മൾ ഷുഗർ മെൽറ്റാക്കിയതിലേക്കാണ്
പാല് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് ഏതായാലും നിങ്ങൾ ഇളക്കി കൊടുക്കാൻ നിൽക്കണ്ട. മീഡിയം തീയിൽ വെച്ചിട്ട് കൈയെടുക്കാതെ വേണം ഇതൊന്ന് മിക്സാക്കി ഇളക്കിയെടുക്കാൻ. ഓക്കെ അല്ലേ? ഇതാ പാലെല്ലാം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നല്ല പോലെ വെട്ടി തിളക്കണം. ആ തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ ഗൈസ്, പാലെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത വെള്ളമുണ്ടല്ലോ, 1 കപ്പ് വെള്ളം, അത് വറ്റി വരണം. അതുവരെ ഈ പാല് നന്നായിട്ടൊന്ന് കുക്കാവണം. പാല് തിളച്ച് പൊങ്ങുന്നതിന് വേണ്ടി വീഡിയോയിൽ കാണുന്ന രീതിയിൽ 2 ഭാഗത്തേക്കൊന്ന് ഷെയ്ക്കാക്കി കൊടുത്താൽ പാല് പെട്ടെന്ന് തിളച്ച് തൂവിപ്പോകില്ല. മനസ്സിലായില്ലേ? പാലെല്ലാം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പാലിൻ്റെ അളവ് കിട്ടും. നമ്മൾ എത്രത്തോളം പാൽ ഒഴിച്ചു ആ അളവ് പാല് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലട ഉണ്ടല്ലോ, അതൊന്ന് വീണ്ടും ഇളക്കിയതിന് ശേഷം നല്ല പോലെ കഴുകിയെടുക്കണം. ഞാൻ ജസ്റ്റ് നെയ്യ് അവിടെ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിത് കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് അല്ല എങ്കിൽ പാട പൊങ്ങി വരും, മുകളിൽ പാട കെട്ടും. അത് ഒഴിവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നെയ്യ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി 1-2 പ്രാവശ്യം നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ അടയിലുള്ള ഒട്ടലൊക്കെ നന്നായിട്ട് മാറി കിട്ടും. മനസ്സിലായില്ലേ? നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മാത്രം നമുക്ക് പാല് തിളക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീ ചെറുതാക്കി വെച്ചിട്ടാണ് ഉള്ളത്. ഇനി തീ ഞാൻ ഫുള്ളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി കൈയെടുക്കാതെ ഈ അടയും പാൽ മിക്സും നന്നായിട്ട് മിക്സ് ആവണം. മനസ്സിലായല്ലോ? നന്നായിട്ട് വെന്തിട്ടുള്ള അടയാണിത്. എന്നാലും അടയിലേക്ക് പഞ്ചസാരയും പാലെല്ലാം പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആവണം. ഏകദേശം 10 മിനിറ്റ് ഞാൻ നന്നായിട്ട് അടയിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം പകുതിയാണ് കാരമലൈസ് ചെയ്തത്, ബാക്കിയുള്ള പകുതി ഇപ്പോൾ ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി പാലും പഞ്ചസാരയും അതേപോലെ അടയും ഒന്നാവണം. അതുവരെ കൈയെടുക്കാതെ ഇളക്കി തന്നെ നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുത്തു. അതേപോലെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും തികച്ചും ഓപ്ഷണലാണ്, ചേർത്താൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മനസ്സിലായല്ലോ? പിന്നെ കുറച്ച് ഏലക്ക, ഒരു 3-4 ഏലക്ക ചതച്ച് അതും ഇട്ട് കൊടുത്തു. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ, പാലട പ്രഥമൻ റെഡിയായി. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല പിങ്കട പ്രഥമൻ അങ്ങനെ തന്നെ പറയാം. ടേസ്റ്റിയും ഈസിയുമായ രീതിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ പാലട ഉണ്ടാക്കുമ്പോൾ 1.5 മണിക്കൂറാണ് വേണ്ടത്. 3 ലിറ്റർ പാൽ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ 3/4 ലിറ്റർ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഈ വെള്ളമൊക്കെ വറ്റി പാലിൻ്റെ അളവ് മാത്രം ബാക്കിയാവണം. അങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് പാലൊരു പിങ്ക് ഷെയ്ഡിൽ വരും. അത്രയും ജോലിയൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ടേസ്റ്റിൽ യാതൊരു മാറ്റവും ഇല്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതെനിക്ക് നമ്പൂതിരിയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പാചകക്കാരനാണ് ഈ നമ്പൂതിരി. നമ്മുടെ നാട്ടിലെ എല്ലാ കല്യാണ സദ്യയും ഇയാളാണ് ഉണ്ടാക്കുന്നത്. ഇയാളും ഇതിൻ്റെ ജോലിക്കാരുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരാണ് എനിക്ക് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. അതേപോലെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ ഫീഡ്ബാക്കും എനിക്ക് അറിയിക്കണം. അതായത് നല്ലതാണേലും മോശമാണേലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ള കമൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ വിജയം, അതേപോലെ എൻ്റെ പ്രചോദനം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഹൈപ്പും ചെയ്യണം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ നിങ്ങളൊരു ലൈക്കും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും
ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. പുതിയ പുതിയ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. See you, bye.